ഹലോ, നമുക്ക് ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങയുടെ നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുമ്പളങ്ങ മത്തങ്ങ എടുത്താൽ മതി. രണ്ടും ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ലേശം ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വാളംപുളി പുഴിഞ്ഞത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഒരു തേങ്ങ ഒന്ന് ചിരകി എടുക്കാം കേട്ടോ. നമുക്ക് അരപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. തേങ്ങ വറുത്തരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടെ ടേസ്റ്റ് അതിനാണ്. ഇനി അത് കൂടാതെ നമുക്ക് അരപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരി 1 ടേബിൾ സ്പൂൺ, ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ലേശം ഉലുവ, അത്രയും എടുത്തിട്ട് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ അത് ഒരു പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ്. അത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടാറാവുമ്പോഴത്തേനും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് എന്തായാലും തേങ്ങ വറുത്തരയ്ക്കുന്നതായിരിക്കും കേട്ടോ. അതിനാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. അല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മുടെ പച്ചരി ഇതുപോലെ ഇപ്പോൾ ഇത് കറക്റ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. തീ ലോ ഫ്ലെയിമിലിടും, അല്ലെങ്കിൽ ഓഫാക്കിയാലും മതി. ആ പാൻ നല്ലപോലെ ചൂടായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോഴത്തേനും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവും. വലിയ രീതിയിൽ ചൂടാക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ അത് അത്യാവശ്യം അതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് ആ ചിരകിയെടുത്ത തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വറുത്ത ആ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അല്ലാത്തവർ തേങ്ങ വറുത്തിട്ട് ഇതിൻ്റെ കൂടെയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഒരുമിച്ച് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഈ കറി കുറച്ചുകൂടി കുറുകി കിട്ടുവേ. അതുകൊണ്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത്. നല്ലപോലെ തിളച്ച് കിട്ടുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടാം. അതിന് വറ്റൽമുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഇടുവാണേ. കറിക്ക് കൂടുതൽ പുളി ആവശ്യമുള്ളവർ പുളി വെള്ളം ആദ്യം ഒഴിച്ചില്ല. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ചോറിനോടെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.